അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 4ാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ 3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. അതിലിനി 5ാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ut പ്ലസ് ഹാഫ് at². ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? അല്ലേ. അപ്പോൾ ഇതേ രൂപത്തിലുള്ള ഒരു ചോദ്യം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇത് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ കുറച്ച് തലവേദന തോന്നും. ഇത് ഫിസിക്സും മാത്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പക്ഷേ നമുക്കതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വളരെ സിമ്പിളായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റും. അതായത് ടി സെക്കൻഡിൽ ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരമാണ് ut പ്ലസ് ഹാഫ് at². അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈയും ഇല്ല. അതിന് പകരം എന്താണ്? എയും പിന്നെ യു. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം എടുത്ത് എഴുതാം. എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? ut പ്ലസ് ഹാഫ് at². ഇതിൽ യു എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചിൽ തന്നെ ഉണ്ട്. എന്താണ്? സ്റ്റാർട്ടിങ്ങിലെ വേഗതയാണ് അല്ലേ. പിന്നെയോ എ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സ്പീഡാണ് അല്ലേ. സ്പീഡിൻ്റെ നിരക്കാണ്. അപ്പോൾ ഇതാണ് ഒരു വസ്തു ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് ചോദ്യത്തിൽ ഒരു വസ്തു 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 മീറ്റർ ആണല്ലോ. ഒരു വസ്തു 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് ഇത്. ഇനി നമുക്ക് 2 സെക്കൻഡ് അല്ലേ. 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്രയാണ് സഞ്ചരിക്കുക? ut പ്ലസ് ഹാഫ് at² ആണ് അല്ലേ. അപ്പോൾ 2 സെക്കൻഡിൽ എത്രയായിരിക്കും സഞ്ചരിക്കുക? 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് കാണാൻ പറ്റി. ut ടി എത്രയാണ്? ടി നമുക്ക് 2 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ u ഇൻറ്റു 2 പ്ലസ് ഹാഫ് at². ഹാഫ് എ ഇൻറ്റു ടി 2 അല്ലേ. 2 സെക്കൻഡ് 2² സീക്വൽ ടു 10 മീറ്റർ. അപ്പോൾ ഇവിടെ 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ആണിത്. അപ്പോൾ 2 സെക്കൻഡ് ആകുമ്പോൾ ടിയുടെ സ്ഥാനം നമ്മൾ 2 കൊടുത്തു. പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 അല്ലേ സീക്വൽ ടു 10 മീറ്റർ. അപ്പോൾ നമുക്ക് 2 4 ക്യാൻസൽ 2 പ്രാവശ്യം. അപ്പോൾ അങ്ങനെ എഴുതും 2u പ്ലസ് 2 ഇൻറ്റു എ 2a ഇസ് ഈക്വൽ ടു 10. അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇത് നമ്മുടെ 2 സെക്കൻഡിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് അല്ലേ. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. 4 സെക്കൻഡിൽ 28 മീറ്റർ സഞ്ചരിക്കുന്നു. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ് അല്ലേ. 4 സെക്കൻഡ് 4 സെക്കൻഡിൽ എത്രയാണ് ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്ന ദൂരം? എത്രയാണ്? 28 മീറ്റർ. അപ്പോൾ ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുക്കുക? സെക്കൻഡിൽ 4 കൊടുക്കുക അല്ലേ. സെക്കൻഡിന് വരെ 4 കൊടുക്കുക. അപ്പോൾ യു ഇൻറ്റു ടി എത്രയാണ്? 4 സെക്കൻഡ് പ്ലസ് ഹാഫ് at². ഹാഫ് ഇൻറ്റു എ ഇൻറ്റു t². ടി എത്രയാണ്? 4 ഈസ് ഈക്വൽ 28. അതായത് 4u പ്ലസ് അര ഇൻറ്റു എ ഇൻറ്റു 16 അല്ലേ. 16 സീക്വൽ ടു 28. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 16 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ എന്ത് ഇക്വേഷൻ കിട്ടി? 4u പ്ലസ് 8a ഈക്വൽ ടു 28. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ 2u പ്ലസ് 2a ഈക്വൽ ടു 10. രണ്ടാമത്തെ ഇക്വേഷൻ 4u പ്ലസ് 8a ഈക്വൽ ടു 28 അല്ലേ. ഇനി കൊണ്ട് നോക്കിയാൽ 2u ഇവിടെ 4u. അപ്പോൾ നമുക്ക് ഇവിടെ 2a ഇവിടെ 8a. അപ്പം എന്ത് ചെയ്യണം? ഇതിനെ കളയാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് എന്താക്കാം? ഈ കോഎഫിഷ്യന്റ് 4ലേക്ക് ആക്കണം അല്ലേ. ഇവിടെ 4u ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കളയാം. യുവിനെ ഒഴിവാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 ഗുണിക്കണം. എന്തുകൊണ്ട് ഗുണിക്കേണ്ടി വരും? 2നെ 4 ആക്കാൻ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ.
2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും? 2 × 2u 4u പ്ലസ് 2 × 2a 4a = 2 × 10 20. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? യുവിനെ ഒഴിവാക്കാം. എങ്ങനെ ഒഴിവാക്കണം? ഒരേ ചിഹ്നങ്ങളാണ്, അതുകൊണ്ട് മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇക്വേഷൻ 2-ൽ നിന്ന് മൈനസ്, ഇത് ഇക്വേഷൻ 3, ഇക്വേഷൻ 3-ന് നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 4uന് 4u പോയി കഴിഞ്ഞാൽ 0, 8a മൈനസ് 4a 4a 28 മൈനസ് 20 8. അപ്പോൾ 4a = 8, a = 8/4 2. അപ്പോൾ എയുടെ വില കിട്ടി നമുക്ക് 2. ഈ വില നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കാം. നമുക്കറിയാം ഒന്നാമത്തെ ഇക്വേഷൻ 2u പ്ലസ് 2a = 10, 2u പ്ലസ് 2a ഇൻറ്റു 2 എയുടെ വില 2 = 10. അപ്പോൾ 2u പ്ലസ് 4 = 10, 2u = 10 മൈനസ് 4 6, u = 6/2 = 3. അപ്പോൾ u കിട്ടി നമുക്ക് 3. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് സ്പീഡാണ് u എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഏതാ സ്റ്റാർട്ടിംഗ് സ്പീഡ്? സ്റ്റാർട്ടിംഗ് സ്പീഡ് 3 മീറ്റർ/സെക്കൻഡ്. ഇനി റേറ്റ് ഓഫ് സ്പീഡ് അല്ലേ? ഇതാണ് ചോദിച്ചുള്ളത്. റേറ്റ് ഓഫ് സ്പീഡ് എത്ര വരും? റേറ്റ് ഓഫ് സ്പീഡാണ് എ 2 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ നമ്മുടെ 6ാമത്തെ ചോദ്യം, ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. രണ്ടക്ക സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ്സ് അല്ലേ? എക്സും വൈ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 2 ഡിജിറ്റുകൾ എക്സും വൈ ആണെങ്കിൽ സംഖ്യ ഏതായിരിക്കും? എക്സിനെ നമ്മൾ 10 കൊണ്ട് ഗുണിക്കുക പ്ലസ് വൈ അല്ലേ? അതായത് സംഖ്യ നമ്പർ എന്തായിരിക്കും? നമ്പർ 10x പ്ലസ് വൈ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടക്ക സംഖ്യ 10x പ്ലസ് വൈ. ഈ രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അതായത് ഇതാണ് നമ്മുടെ സംഖ്യ നമ്പർ 10x പ്ലസ് വൈ. ഇതാണ് നമ്മുടെ സംഖ്യ. ആ സംഖ്യ ഇതിലെ അക്കങ്ങളുടെ തുക, അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സും വൈയും അല്ലേ? അക്കങ്ങളുടെ തുകയുടെ, അതായത് എക്സ് പ്ലസ് വൈ ഇതാണ് അക്കങ്ങളുടെ തുക, അതിൻ്റെ 6 മടങ്ങാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു 6. 10x പ്ലസ് വൈ = 6 × x 6x പ്ലസ് 6 × y 6y. അപ്പോൾ 10x ഈ 6x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 6x, പിന്നെ ഇവിടെ y ഉണ്ട് അല്ലേ? y, പിന്നെ ഈ 6y ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 6y. അപ്പോൾ നമ്മൾ എല്ലാ എക്സിനെയും വൈനും ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ പിന്നെ ഇവിടെ ആരും ഇല്ല അല്ലേ? ബാക്കി ആരും ഇല്ലല്ലോ, ആരുമില്ല, 0. ഇവിടെ വേറെ നമ്പറുകളൊന്നും ഇല്ല. നമ്മൾ ഈ 6x ഇങ്ങോട്ട് കൊണ്ടുവന്നു, 6y ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ ബാക്കി ഇവിടെ 0 ഉള്ളു. അപ്പോൾ 10x മൈനസ് 6x എത്രയാണ്? 4x പ്ലസ് വൈ മൈനസ് 6y, അപ്പോൾ മൈനസ് 5y = 0. അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. 4x മൈനസ് 5y = 0. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദി ഡിജിറ്റ്സ് അല്ലേ? അതായത് ഈ ഡിജിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ. അപ്പോൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കും, ഇന്റർചേഞ്ച് ചെയ്താൽ എക്സ് വൈ എന്നുള്ള എന്തായി മാറും? വൈയും എക്സും ആയി മാറി അല്ലേ? അപ്പോൾ സംഖ്യ എന്തായിരിക്കും? നമ്പർ ഏതായി മാറും? 10 × y അല്ലേ? 10y പ്ലസ് എക്സ് ആയി മാറി. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കാത്തത്. അപ്പോൾ ഇവിടെ നമ്പർ നമുക്ക് 10x പ്ലസ് വൈ എന്നുള്ളത് 10y പ്ലസ് എക്സ് ആയി മാറി. അപ്പോൾ ഇതെന്തെങ്കിലും സംശയമുള്ളവർ നമ്മുടെ 3ാമത്തെ ചോദ്യം കണ്ടാൽ മതി. അപ്പോൾ അതിൽ നിന്ന് ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ ഡിജിറ്റുകൾ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ
കിട്ടുന്ന സംഖ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഖ്യ. ഈ സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. അതായത് ഇപ്പോൾ പുതിയ കിട്ടിയ നമ്മുടെ നമ്പർ ഏതാണ്? 10y + x. ഇത് നമ്മുടെ പഴയ നമ്പർ 10x + y. ഇവിടെ 10y + x. അത് ഈ തുക തമ്മിൽ കൂട്ടിയാൽ x + y ആ തുകയുടെ 4 മടങ്ങ് അല്ലേ? 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. 4 മടങ്ങ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 4 മടങ്ങായി അതിനേക്കാൾ 9 കൂടുതലും. അപ്പോൾ നമ്മുടെ പുതിയ സംഖ്യ ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10y + x = 4 × x 4x + 4 × y 4y + 9. ഇനി എക്സും വൈക്കും നമുക്ക് ഒരു ഭാഗത്തേക്ക് ആക്കാം. അപ്പോൾ 10y ഇവിടെ 4y ഉണ്ട്, -4y ഇവിടെ +x ഇതങ്ങോട്ട് വരുമ്പോൾ -4x = ഇവിടെ എന്തുണ്ട് ബാക്കി? 9. ഇനി നമുക്കിവിടെ എക്സും വൈ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് ആദ്യം നോക്കാം. ഒരു എക്സ് ഉണ്ട്, -4x ഉണ്ട്, അപ്പോൾ -3x. ഇനി നോക്കിയാൽ വൈ 10yയും -4yയും, അപ്പോൾ +6y = 9. അപ്പോൾ നമുക്കിവിടെ കിട്ടി -3x + 6x = 9. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടി 4x - 5y = 0 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി? അപ്പോൾ നോക്കിയേ, ഇവിടെ 4x ഇവിടെ 3x അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ആ രീതിയിൽ വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇതിന് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ 4 കൊണ്ട് ഗുണിക്കുക, ഈ ഇക്വേഷൻ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ഈക്വൽ ആക്കുക. അതിനുശേഷം നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വില കിട്ടും. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ -3x + 6y = 9 അല്ലേ? നമുക്ക് ഇതിനെ 3നെ അങ്ങോട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? 3 ക്യാൻസലായി പോയി അല്ലേ? അപ്പോൾ ബാക്കി -x പ്ലസ് ഈ 3 6 2 പ്രാവശ്യം, അപ്പോൾ 2y = 3 9 3 പ്രാവശ്യം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഇക്വേഷൻ കിട്ടി. -x + 2y = 3. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നവർക്ക് ആ രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി അല്ലേ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് എടുത്ത് എഴുതാം. -x + 2y = 3 അല്ലേ? നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? 4x - 5y = 0. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് വേണം? ഇതിന് ഈക്വൽ ആക്കണം അല്ലേ? ഇത് ഈക്വൽ അല്ല, അതുകൊണ്ട് എന്ത് വേണം? ഈ ഇക്വേഷൻ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അത് ഇക്വേഷൻ 2നെ എന്തുകൊണ്ട് ഗുണിക്കുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 4 × -x -4x 4 × 2 8 + 8y = 4 × 3 12. അപ്പോൾ നോക്കിയേ, ഇവിടെ +4x ഇവിടെ -4x അല്ലേ? അപ്പോൾ എന്ത് വേണം? കൂട്ടിയാൽ മതി അല്ലേ? കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയിപ്പോയി. ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. അതായത് 1ഉം 3ഉം കൂടി കൂട്ടുന്നു. അപ്പോൾ 4x - 4x 0 -5 + 8y എത്ര വരും? 3y = 12. അപ്പോൾ y = 12/3 = 4. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ വില ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക അല്ലേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഏതാണ്? 4x ഏത് ഇക്വേഷൻ വേണമെങ്കിൽ കൊടുത്തോ, -5y = 0. 4x - 5 × y 4 = 0. 4x - 20 = 0. 4x = 20 അങ്ങോട്ട് മുമ്പ് +20 ആയി. x = 20/4 = 5. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വില കിട്ടി 5, വൈയുടെ വില കിട്ടി 4. അപ്പോൾ നമ്പർ 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 10x + y അല്ലേ? എക്സ് എത്രയാണ്? 10 × 5 + y 4 = 10 × 5 50 + 4 54. അപ്പോൾ നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2 സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തേതിൻ്റെ 2 മടങ്ങും, രണ്ടാമത്തേതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങും കിട്ടി. സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ നമ്മളെപ്പോഴും ചോദ്യം കിട്ടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോരുത്.
ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ആവർത്തിച്ച് വായിക്കുക. എന്നിട്ട് ഓരോന്നിനനുസരിച്ച് നമ്മളിങ്ങനെ എഴുതി പോവുക. മനസ്സിലായി? അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ വരെ എന്താ നിങ്ങൾക്ക് ഓരോ എത്തുമ്പോഴത്തും കിട്ടില്ല. അതുകൊണ്ട് ഓരോ വരി വായിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി വായിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു പോവാം. അപ്പോൾ ഇവിടെ രണ്ട് സംഖ്യകളിൽ അല്ലേ, ആദ്യ സംഖ്യയോടുകൂടി 11 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം സംഖ്യകൾ എക്സും വൈ ആണെന്ന് വിചാരിക്കാം. രണ്ട് നമ്പർ എക്സും വൈ ആണ്. ഇനി ആദ്യ സംഖ്യയോട്, അതായത് ആദ്യ സംഖ്യ എക്സ്, അതിൻ്റെ കൂടെ 11 കൂട്ടിയപ്പോൾ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സംഖ്യ എക്സ് ആണ്, അതിൻ്റെ കൂടെ നമ്മൾ 11 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? മറ്റേ നമ്പറിൻ്റെ ഇരട്ടിയായി. മറ്റേ നമ്പർ എത്രയാണ്? വൈ ആണ്. വൈയുടെ ഇരട്ടി എന്ന് പറയുന്നത് 2y ആയി. അപ്പം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചോദ്യം വായിച്ചിട്ട് അതിനനുസരിച്ച് എഴുതി പോവുക ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ എക്സിൻ്റെ കൂടെ 11 കൂട്ടിയപ്പോൾ മറ്റേ സംഖ്യയുടെ ഇരട്ടിയായി 2y. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ഇക്വേഷനിലേക്കാണ് നമ്മൾ വരുന്നത്. എക്സ് പ്ലസ് 11 = 2y. നമുക്ക് എക്സും വൈ ഒരു ഭാഗത്തേക്ക് ആക്കാം. അപ്പോൾ എക്സ് മൈനസ് 2y, ഈ 2y ഇങ്ങോട്ട് കൊണ്ടുവന്നു = ഈ 11 അങ്ങോട്ട് മുമ്പ് -11. നമുക്കിതിനെ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി അടുത്ത കാര്യം എന്താ പറഞ്ഞത്? രണ്ടാമത്തെ സംഖ്യയോടുകൂടി 20 ആഡഡ് അല്ലേ, 20 ആഡഡ് ടു സെക്കൻഡ് നമ്പർ. രണ്ടാമത്തെ സംഖ്യയോടുകൂടി, രണ്ടാമത്തെ സംഖ്യ വൈ ആണ്, വൈൻ്റെ കൂടെ 20 ആഡ് ചെയ്തപ്പോൾ ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങ് കിട്ടി അല്ലേ. ഒന്നാമത്തെ സംഖ്യ അതാണ് എക്സ്, എക്സിൻ്റെ 2 മടങ്ങ് കിട്ടി. അപ്പോൾ ഇവിടെ y + 20 = എക്സിൻ്റെ 2 മടങ്ങ്, ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ്. അപ്പോൾ നമുക്ക് ഇതിനെ എക്സും വൈ ഒരു ഭാഗത്തേക്ക് ആക്കാം. അപ്പം എന്ത് വരും? ഈ 2x അല്ലേ, 2x ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം -2x, ഇവിടെ y ഉണ്ട്, +y = ഈ 20 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം, -20. അപ്പോൾ -2x + y = -20. ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നോക്കിയാൽ എക്സ് -2y = -11, -2x + y = -20 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ കളയാൻ പറ്റും. എക്സിൻ്റെ കോഫിഷ്യൻ്റുകൾ നോക്കിയാൽ ഇവിടെ 2ഉം ഇവിടെ 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെന്താക്കാം? 2 ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. ഇക്വേഷൻ 1നെ എന്തുകൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? 2 × x 2x, 2 × -2y -4y = 2 × -11 -22. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കോഫിഷ്യൻ്റ് രണ്ടും സെയിം ആയി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് കളയാലോ. രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. അപ്പോൾ എന്ത് വേണം? കൂട്ടണം വേണ്ടേ. അപ്പോൾ ഇക്വേഷൻ 2 + ഇക്വേഷൻ 3. അപ്പോൾ -2x +2x കൂടി കൂട്ടുമ്പോൾ 0. ഇനിയോ +y -4y, അപ്പോൾ എത്ര വരും? -3y = -20 മൈനസ് കൂട്ടണം -22 അല്ലേ. അപ്പോൾ എത്ര വരും? ഒരേ ചിഹ്നങ്ങളാണ്. അപ്പോൾ -42. അപ്പോൾ y എത്ര വരും? y = -42/-3 അല്ലേ. ഹരിക്കണം -3 = എത്ര വരും? 14. ചിഹ്നം ഏതാണ്? നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് വൈയുടെ വില കിട്ടി 14. ഇനി നമുക്ക് വൈയുടെ വില എന്ത് ചെയ്യണം? ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്തോളൂ. ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്തോ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. എക്സ് -2y = -11, എക്സ് -2 × 14 = -11, എക്സ് -28 = 11, എക്സ് ഇതിനങ്ങോട്ട് കൊണ്ടുപോവാം -11, ഇതങ്ങോട്ട് പോകുമ്പോൾ +28 അല്ലേ = 17. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സംഖ്യ ഏതാണ്? 17, രണ്ടാമത്തെ സംഖ്യ 14. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും മറ്റും നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മുടെ പുതിയ ചാപ്റ്ററാണ് ന്യൂ നമ്പേഴ്സ്, അതായത് പുതിയ സംഖ്യകൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ